നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നല്ലത്. ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ അറിയാലോ. വസുന്ധരാന്റി നിങ്ങൾ തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ വേറൊരു രീതിയിലെടുക്കൂ. സോറി ചേച്ചി, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ശരി, ഞാൻ പിന്നെ വിളിക്കാന്ന് അമ്മയോട് പറഞ്ഞേക്ക്. ചേച്ചി, ഇതിന്റെ പേരിൽ യാമിനെ വഴക്ക് പറയരുത്. ഞാൻ ശാസിച്ചാൽ തന്നെ നിനക്കെന്താ പ്രശ്നം? എക്സാം അടുത്ത് വരിക, വലത് 4 അക്ഷരം പോയി പഠിക്കാൻ നോക്ക്. ശരി ചേച്ചി. ചേച്ചി പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. യാമിനി മോൾ എന്തിനാ ഇങ്ങനെ സഹായം ചെയ്തത്? ആ കുട്ടി സഹായിച്ചതാണ് ഇപ്പൊ എല്ലാവർക്കും കുറ്റം. ചേച്ചി തന്നെന്ന് കള്ളം പറഞ്ഞു, അതല്ലാതെ വേറൊരു കുറ്റം അവൾ ചെയ്തിട്ടില്ല. എനിക്ക് യാമിനിയെ മനസ്സിലാവും. ചേച്ചിയുടെ പേര് പറഞ്ഞാലേ ആ സഹായം സ്വീകരിക്കുള്ളൂ അവൾക്ക് തോന്നിക്കാണും. അല്ലാതെ ചേച്ചി കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഇനി വിളിക്കുമ്പോ അമ്മ പറഞ്ഞേക്ക്. എന്നാലും നിധിക്ക് പോലും തോന്നാത്ത കാര്യം യാമിനി എന്തിനു ചെയ്യണം? ചേച്ചി എന്താ എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നെയാണോ? അല്ല, നീ എന്തിനാ നിഖിലിന്റെ കയ്യിൽ എന്റെ വീട്ടിലേക്ക് കറി കൊടുത്തയച്ചത്? നീ നിഖിലിനിടയ്ക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാറുണ്ടല്ലേ? അത് ചേച്ചി അവരുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് ഞാൻ ആന്റി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്തിനാ ഞാൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞത്? അത് പിന്നെ ഞാൻ തന്നാന്ന് പറഞ്ഞ സ്വീകരിക്കില്ലെന്ന് കരുതി. അതാ ചേച്ചി. ചേച്ചി ഇത് ആരോടും പറയരുത്. നിന്റെ മനസ്സിൽ കള്ളത്തരം ഇല്ലെങ്കിൽ നീ പിന്നെ എന്തിനാ പേടിക്കുന്നേ? ആരേലും അറിഞ്ഞാൽ എന്താ കുഴപ്പം? നിഖിലുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവൻ നിന്നെ ഒരു അനിയത്തിയായിട്ടാണ് കാണുന്നതെന്ന്. നിനക്കും അവനൊരു കൂടപ്പിറപ്പിനെ പോലെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. എന്താ അങ്ങനല്ലേ? അതെ ചേച്ചി. പക്ഷേ ഇതൊന്നും വസുന്ധരാന്റിക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാവണമെന്നില്ല. അതൊക്കെ ഈ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നിഖിലും നീയും തമ്മിലുള്ള നിഷ്കളങ്കമായ ബന്ധത്തെ വസുന്ധരാന്റി തെറ്റായി വ്യാഖ്യാനിക്കും. എന്നിട്ട് എന്നെയും എന്റെ വീട്ടുകാരെയും കൂടുതൽ വെറുക്കും. ഞാനും നിഖിലേണ്ണും തമ്മില് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ചേച്ചി. എനിക്ക് തന്നെ ഗേൾസും ബോയ്സും ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെയുള്ളൂ ഇതും. അതെനിക്കറിയാം. പക്ഷേ നിന്റെ ഏട്ടന്മാര് പോലും നിന്നെ മനസ്സിലാക്കണമെന്നില്ല. നീ ഈ സമയത്ത് നന്നായി പഠിക്കുക വേണ്ടത്. ഒരു കരിയർ വേണമെന്ന് നീയും ആഗ്രഹിക്കുന്നില്ലേ? അതോ കല്യാണം കഴിച്ച് ഏതെങ്കിലും ഒരു അടുക്കളയില് ഒതുങ്ങി കഴിയാനാണോ നിന്റെ തീരുമാനം? അല്ലേ ചേച്ചി, എനിക്ക് ഡോക്ടർ ആവണം. ഇന്നത്തെ കാലത്ത് എൻട്രൻസ് എഴുതിയെടുക്കുന്നത് അത്ര ഈസിയാണോ? അതിന് ഒരുപാട് പഠിക്കണ്ടേ? വേണം. അപ്പോ അതില് മാത്രം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടും കറങ്ങി നടപ്പും കുറയ്ക്കണം. മനസ്സിലായോ? എന്റെ വീട്ടുകാരോട് സഹതാപം തോന്നിയത് നിന്റെ വലിയ മനസ്സുകൊണ്ടാ. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ റിസ്ക് എടുത്ത് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. എന്റെ അമ്മയ്ക്കും നിഖിലിനും വേണ്ടത് ചെയ്യാൻ ഞാൻ ഇവിടെയുണ്ട്. ശരി ചേച്ചി. എങ്കിൽ പഠിച്ചു. നിഖിലേണ്ണ ഇനി എനിക്ക് കാണാൻ പറ്റില്ലേ? എന്നെ കാണുന്നതിന് നിഖിലേണ്ണ ഇനി ചേച്ചി വിലക്കി കാണൂ. യാമിനിയുടെ സഹാനുഭൂതി ഈ കുടുംബത്തിൽ ഒരു പ്രശ്നമായി മാറാൻ അനുവദിക്കരുത്. ഒരിക്കലും. ചേട്ടാ, ഇതാണ് കൊച്ചാപ്പു. റായിക്കര കൊച്ചാപ്പു. അങ്ങനെ പറഞ്ഞാലേ അറിയൂ. ആരറിയൂന്ന്? കേരള പോലീസിന്റെ മെയിൻ സ്റ്റേഷനിലൊക്കെ എന്റെ പേരിൽ കേസുണ്ട് സാറേ. എടാ, ഇയാളുടെ പേര് കേസൊക്കെ ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾക്ക് പിന്നെ ഡീസന്റ് ആയ ആൾക്കാരെ കിട്ടുവേട്ടാ.
ഞാനേ ഇയാൾക്ക് മിഥുന്റെ താമസ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇയാൾ നോക്കിയോളൂ. ആ റൂമിൽ കയറാൻ എനിക്ക് ഈസിയാ. വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സാറേ. അവിടെ ഉള്ളത് മുഴുവൻ തൂത്തുകുറക്കി എടുക്കണോ, അതോ എന്തെങ്കിലും പ്രത്യേക സാധനം മാത്രം എടുത്താൽ മതിയോ? ഞങ്ങൾക്ക് വേണ്ടത് അവന്റെ കയ്യിലുള്ളൊരു ഹാർഡ് ഡിസ്കാ. ഹാർഡ് ഡിസ്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇതെന്ത് ചോദ്യാ സാറേ? മോഷണത്തിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന എന്നെ ഇലക്ട്രോണിക്സിലാ. ഇതിലും സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട് സാറേ. ഇന്നത്തെ കാലത്ത് എന്തിലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്താലേ മേൽഗതി ഉണ്ടാവൂ. ഗൗതമിന്റെ അടുത്തേക്ക് പ്രണവ് ആരെയാ കൊണ്ടുവന്നിരിക്കുന്നത്? അയാളെ കണ്ടിട്ടൊരു പൊറോട്ട ലുക്കുണ്ടല്ലോ. സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാനും നിവൃത്തിയില്ല. അവന്റെ സ്വഭാവം വെച്ച് ആ ഹാർഡ് ഡിസ്ക് അവൻ നശിപ്പിച്ചു കളയാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി നോക്കാൻ ഞാൻ തീരുമാനിച്ചത്. സാറ് ധൈര്യമായിട്ടിരിക്കും. ഇന്ന് രാത്രി എന്നെ പണി നടക്കും. അതവന്റെ റൂമിലുണ്ടെങ്കിൽ നാളെ സാറ് പറയുന്നിടത്ത് ഞാനത് എത്തിച്ചേരും. ശരി, കാര്യം നടത്തിയിട്ട് വിളിക്കും. ശരി സാറേ. പ്രണവിന്റെ കൂടെ വന്ന ആള് തിരിച്ച് നടന്നാണല്ലോ പോയത്. ഇങ്ങനെ ഒരാൾ വന്നെന്ന് ആരോടും പറയണ്ട. നമ്മുടെ ഉദ്ദേശം നമ്മുടെ മനസ്സിലിരിക്കാൻ പാടുള്ളൂ. നിധിയോ പാറുവോ പോലും ഒരിക്കലും അറിയരുത്. ഷുവർ, ഞാൻ ആരോടും പറയില്ലേട്ടാ. എന്തോ ചുറ്റിക്കളിയുണ്ട്. പ്രണവിനെ ഒന്ന് സോപ്പിട്ട് വന്നതാരാണെന്ന് മനസ്സിലാക്കണം. പ്രണവ്, ശിവാനി പറ. ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നല്ലോ. ഈയിടെയായിട്ട് കാണാനേ കിട്ടുന്നില്ല. ആ, ഏട്ടന് വയ്യാതായതോടെ ഓഫീസ് കാര്യങ്ങൾ പലതും എന്റെ തലയിലായി. ഓ ഇപ്പോ ഓഫീസിനും ഏട്ടനും ഇടയിലുള്ള പാലമായി വർക്ക് ചെയ്യുന്നത് ഞാന്. ഓ, അതായിരിക്കും പുറത്തുനിന്ന് പലരും ഇവിടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതല്ലേ. കുറച്ചു മുൻപ് പ്രണവും ഗൗതവും കൂടി ഒരു ചേട്ടനുമായിട്ട് സംസാരിക്കുന്ന കണ്ടല്ലോ. അതാരാ? അത് പിന്നെ കണ്ടിട്ട് ഓഫീസ് സ്റ്റാഫാണെന്ന് തോന്നിയില്ല. അതെ, എന്റെ ഏട്ടന്റെ ഒരു കോമൺ ഫ്രണ്ടാ. നന്നായി. ആ ചേട്ടനെ എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതുകൊണ്ടാ കേട്ടോ ഞാൻ ആരാന്ന് ചോദിച്ചേ. ശിവാനി ചിലപ്പോ അയാളെ ആയിരിക്കില്ല കണ്ടിട്ടുള്ളത്. ഇതേ വേറെ ആളാ. ഞാൻ ആരെ കണ്ടതെന്ന് പ്രണവൻ ഇങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ടല്ലേ. പറ പ്രണവ്, ആരായാള്? ശിവാനി, അതാരോടും പറയരുതെന്ന ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആരോടും പറയില്ല പ്രണവ്. എന്നെ വിശ്വസിച്ച് എന്തും പറയാം. ദേ, ഇടത് ചെവി കേൾക്കുന്നത് വലത് ചെവി പോലും അറിയില്ല. അത്ര നിഷ്കുട്ടിയാ ഞാൻ. ഈ വീട്ടിൽ ആരും അറിയരുതെന്ന ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിലെ ആളല്ലല്ലോ. അന്യ വീട്ടിൽ നിന്ന് പ്രണവ് എന്നെ വിളിച്ചോണ്ട് വന്നതല്ലേ. അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രണവിനോട് മിണ്ടില്ല. പ്രണവ്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ ഇടപാട്? ഏയ് ഒന്നുമില്ല ആന്റി, ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക്. പോകത്ത്. നീ നിക്ക്. നീ എന്തിനാ നിന്നത്? അല്ല, ആന്റിയല്ലേ നിൽക്കാൻ പറഞ്ഞത്? അയ്യോ, അത് ഇവളോടാ. നീ അകത്ത് പോ. എന്താ നിന്റെ ഉദ്ദേശം? ആന്റി എന്താ അങ്ങനെ ചോദിച്ചത്? വന്ന കാര്യം മറന്ന് നീ പ്രണവിനെ വട്ടവിട്ട് തുടങ്ങിയാ പിന്നെ ഞാൻ എന്ത് ചോദിക്കണം? കിട്ടിയ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താ ചവിട്ടി പുറത്താക്കും ഞാൻ. അയ്യോ ആന്റി, ഞാനാ ടൈപ്പല്ല. നീ ഏത് ടൈപ്പാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ വേലേക്ക് നിന്റെ കയ്യിൽ വെച്ചാ മതി. ഈശ്വരമംഗലത്തിന് പുറത്ത്. ആന്റി, കാര്യം അറിയാതെ എന്നെ തെറ്റിദ്ധരിക്കുക. കുറച്ചു മുൻപ് പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വന്നു. ഗൗതവും പ്രണവും അയാളുമായിട്ട് പുറത്തുനിന്ന് എന്തോ സംസാരിച്ചു. അയാളെ കണ്ടിട്ട് ആളത്ര ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതാരാണെന്നറിയാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. നീ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഗൗതമിനോട് തന്നെ ഞാൻ നേരിട്ട് ചോദിക്കുമായിരുന്നല്ലോ. സംഭവം അത്ര സിമ്പിൾ അല്ല.
അയാൾ ആരാണെന്ന് ഇവിടെ ആരും അറിയരുതെന്നാ ഗൗതം പ്രണവിനോട് പറഞ്ഞിരിക്കുന്നെ. അണിയറയിൽ എന്തോ ഒരു പണി ഒരുങ്ങുന്നുണ്ട്. അത് ആന്റിക്കെതിരാണോ അതോ മിഥുനെതിരെയാണെന്നേ അറിയാനുള്ളൂ. എന്തായാലും ഞാൻ സേഫാ. എനിക്കിട്ടുള്ള പണിയായിരുന്നെങ്കിൽ പ്രണവ് എന്നോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറില്ലായിരുന്നു. കാര്യം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചോളാം. ആ പേരും പറഞ്ഞ് നീ പ്രണവിന് പിന്നാലെ ചുറ്റണ്ട. ഓ ഓ മനസ്സിലായോ? ഓ ഞാൻ അവന്റെ പിന്നാലെ ചുറ്റണ്ട പോലും. അധികം വൈകാതെ അവൻ എന്റെ പിന്നാലെ ചുറ്റുന്നതും ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആ ഗൗതമിന്റെ ബ്രദർ അല്ലേ, അതിനേക്കാൾ വലിയ പെൺകോന്തനാവൂന്ന് എനിക്കറിയാം. വിവാഹം കഴിഞ്ഞ് ഇന്ന് വരെ സാറിന്റെ അനുവാദം ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതാദ്യമായി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. എന്നോട് പൊറുക്കണം.